അപ്പോൾ ആ പരിശുദ്ധ റമദാനിനെ നമ്മളെങ്ങനെ വരവേൽക്കണം എന്നും കൂടെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ നമ്മളെന്താവും, സാധാരണ വീട് കിടക്കുന്ന പോലെയാണോ, മേശമ്മ 2 ഗ്ലാസ് ഒക്കെ ഇപ്പോൾ ചെറുതായി പരന്ന് കിടക്കുന്നുണ്ടാവും. ഒരു അതിഥി വരുമ്പോൾ ഒരിക്കലും അങ്ങനെ ആവില്ലല്ലോ. അതെ. എന്നതുപോലെ പരിശുദ്ധ റമദാൻ എന്ന ആ ഒരു അതിഥി, ആ ഒരു പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി മാനസികമായും ശാരീരികമായും ഒക്കെ തയ്യാറെടുക്കേണ്ടതുണ്ട്. ആ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളും പരിശുദ്ധ റമദാനിനെ എങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത്? തീർച്ചയായും റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന, നമ്മുടെ ആയുസ്സിലേക്ക് വരുന്ന ഒരു അതിഥിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിലേക്കൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ വീട് വൃത്തിയാക്കുന്നു, വീടിൻ്റെ സ്ട്രക്ചർ തന്നെ നമ്മൾ മാറ്റുന്നു, അവർക്ക് വേണ്ടി നല്ല ഭക്ഷണം ഒരുക്കുന്നു. അങ്ങനെ എല്ലാ നിലക്കും ഒരു അതിഥിയെ ആദരിക്കാനും സന്തോഷിപ്പിക്കാനും വീട്ടുകാർ ശ്രമിക്കും. യഥാർത്ഥത്തിൽ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്കാണ് കടന്നു വരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് എന്നതിനപ്പുറം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ കുടുംബത്തിലേക്കോ റമദാൻ വരുന്നു എന്നതിനപ്പുറം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്കാണ് റമദാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അവനവൻ്റെ വീട് ശുദ്ധിയാക്കുന്നതിന് മുമ്പ്, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ചെയ്യാറുള്ളൊരു രീതിയുണ്ട്, നനച്ചുകുളി. അതെ, നനച്ചുകുളി എന്നുള്ള പേരിൽ നല്ല ഓർമ്മയുണ്ട്. അതെ, എല്ലാ വൃത്തിയാക്കി വീട് വൃത്തിയാക്കി ശരിക്കും ഒരു ഒരുക്കം തന്നെയാണ് അത്. തീർച്ചയായും വീട് മൊത്തം ഒന്ന് കുളിപ്പിച്ചെടുക്കുക, വൃത്തിയാക്കിയെടുക്കുക. അപ്പം നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലു തന്നെയുണ്ട്. റമദാനിന് മുന്നോടിയായി ഷാബാനിൽ ശരിക്കും ആളുകൾ ചെയ്യുന്നത് വീടൊന്ന് നനച്ചു കുളിപ്പിക്കും. പക്ഷേ മനസ്സ് റെഡി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ വൃത്തിയാക്കേണ്ടതും അവൻ ശുദ്ധിയാക്കേണ്ടതും അവൻ്റെ ഹൃദയമാണ്. നമുക്കറിയാം, ഹൃദയം കറ പിടിക്കുന്നതും അല്ലെങ്കിൽ മനസ്സിന് അത് വൃത്തിഹീനമാകുന്നത്, മനസ്സ് മോശമായിത്തീരുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ പാപങ്ങൾ ചെയ്യുന്നതിലൂടെയാണ്. പാപങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ്റെ കറ പിടിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അപ്പം അവർ സമ്പാദിച്ചത് കൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക് കറ പിടിച്ചു എന്നാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ കറ നീക്കാത്തിടത്തോളം കാലം ഒരിക്കലും ഒരാൾക്ക് റമദാനിനെ സന്തോഷത്തോടെ വരവേൽക്കാൻ കഴിയില്ല. അപ്പം എൻ്റെ ഹൃദയത്തെ അവൻ ശുദ്ധിയാക്കണം. എങ്ങനെയാണ്? നബി സ്വല്ലല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഒരു പാപം ചെയ്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. പാപത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ കറുത്ത പുള്ളിയുടെ അളവ് കൂടി അതിന് കറ ബാധിച്ച് അതൊരു കറുപ്പ് കൂടി അതിരുണ്ടു പോകും. എന്നാൽ അതിൽ നിന്ന് ആർക്കാണ് രക്ഷപ്പെടാൻ കഴിയുക? ആ തിന്മയിൽ നിന്ന് തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ട് ഒരാൾ ഒഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വെളുപ്പിച്ചാൽ, അല്ലെങ്കിൽ അതിനെ ശുദ്ധിയാക്കിയാൽ അവൻ്റെ ഹൃദയം തെളിച്ചമുള്ളതാകുമെന്നാണ്. അപ്പം കറ പിടിക്കാനുള്ള കാരണവും, കറ പിടിച്ചാൽ അതെങ്ങനെ ശുദ്ധമാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് പരിശുദ്ധമാക്കിയെടുക്കാം എന്നൊരു വിശേഷം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം രോഗവും ആ രോഗത്തെ ചികിത്സിക്കാനുള്ള മരുന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി ആദ്യം റമദാനിന് മുന്നോടിയായിട്ട് ആത്മാർത്ഥമായി കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതത്തിൽ വന്ന പാപങ്ങളെ തൊട്ട് റബ്ബിനോട് എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. കാരണം നമ്മൾ ജീവിക്കുന്നത് ഷാബാനിലാണ്. ഷാബാൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ മാസത്തിൽ നമ്മുടെ ഒരു വർഷത്തെ അമലുകൾ ഉയർത്തുമെന്ന്. അപ്പോൾ കഴിഞ്ഞ റമദാൻ മുതൽ ഇങ്ങോട്ട് ഷാബാൻ വരെ ഉള്ള അമലുകൾ സനവിയായി, അതായത് വാർഷികമായി അമലുകൾ ഉയർത്തുന്ന ഒരു മാസമാണ് റമദാൻ. നമുക്കറിയാം, ആഴ്ചയിൽ വ്യാഴാഴ്ച നമ്മുടെ അമലുകൾ ഉയർത്തും. ഇപ്പോൾ ദിവസത്തിലാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും നമ്മുടെ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. ഇതുപോലെ വർഷത്തിൽ നമ്മുടെ അമലുകൾ ഉയർത്തുകയും പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മാസമാണ് ഷാബാൻ. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ അള്ളാഹുവേ, കഴിഞ്ഞ റമദാൻ മുതൽ ഇങ്ങോട്ട്, അല്ലെങ്കിൽ റമദാനിന് ശേഷം ഇങ്ങോട്ട് ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ എന്ന് ഓർത്തോർത്ത് നമ്മൾ എന്ത് ചെയ്യണം? റബ്ബിനോട് തൗബ ചെയ്യണം. അങ്ങനെ തൗബയിലൂടെയും ഇസ്തിഗ്ഫാറിലൂടെയുമാണ് ഒരു വിശ്വാസി അവൻ്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി അവൻ റമദാനിനെ സ്വീകരിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു വിശ്വാസിക്ക് ഈ റമദാനിൻ്റെ ആ ഒരു മാധുര്യം അവൻ ആസ്വദിക്കാൻ കഴിയുക. നമ്മളിപ്പോൾ റമദാനിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞല്ലോ. ഈ പ്രത്യേകതകൾക്കൊക്കെ ഒരു വില ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകതകൾ ഒരു മനുഷ്യന് അതിനെ സ്വീകരിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് അവന് കിട്ടണമെങ്കിൽ അവൻ്റെ ഹൃദയം എന്ത് ചെയ്യണം? ശുദ്ധമാകണം. ഹൃദയം നന്നാകണം. വീട് നന്നാക്കിയിട്ടോ നമ്മുടെ പരിസരം നന്നാക്കിയിട്ടോ കാര്യമില്ല. ആദ്യം നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം?
നന്നാക്കണം. ഇപ്പോൾ നമുക്കറിയാം, തിന്മകൾ ജീവിതത്തിൽ വന്നു പോയാൽ ആ തിന്മകൾ കൊണ്ട് പലപ്പോഴും നമുക്ക് പല നന്മകളും ചെയ്യാൻ കഴിയില്ല. തിന്മകളുടെ ആധിക്യം കാരണം നന്മകളിലേക്ക് മുന്നേറാൻ ഒരു മനുഷ്യന് കഴിയില്ല. റമദാൻ കടന്നു വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ റമദാനിൻ്റെ ആദ്യത്തെ ആ രാവിൽ തന്നെ വിളിക്കുന്നൊരു വിളി തന്നെ, യാ ബാഗിയൽ ഖൈർ, നന്മ ആഗ്രഹിക്കുന്നവരെ അഖ്ബിൽ. ആകാശത്തുള്ളവർ വിളിച്ചു പറയുമെന്നാണ്. അപ്പം നന്മയിലേക്ക് അഖ്ബിൽ, മുന്നിട്ട് വരൂ. വയാ ബാഗിയ ശർ, തിന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ അഖ്ശർ, അതിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചു കൊള്ളുക എന്നാണ്. അപ്പം തിന്മയിലേക്കല്ല നമ്മൾ മുന്നിടേണ്ടത്, മറിച്ച് റമദാൻ വന്നെത്തി എന്നറിയുമ്പോൾ ഇനി ഞാൻ എന്തു ചെയ്യണം, എൻ്റെ തിന്മകൾക്ക് വിരാമം കുറിക്കണം, എൻ്റെ തിന്മ അവസാനിപ്പിക്കണം എന്നാണ് അവൻ്റെ മനസ്സിൽ ചിന്ത ഉണ്ടാകേണ്ടത്. അപ്പോൾ ഒരു മനുഷ്യൻ നന്മ ആഗ്രഹിക്കണം, അല്ലെങ്കിൽ തിന്മയിൽ നിന്ന് മാറി നിൽക്കണം എങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ യൂസുഫ് നബി ഒരു പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം യൂസുഫ് നബിക്കുണ്ട്. യൂസുഫ് നബിക്ക് തെറ്റിലേക്ക് പോകാവുന്ന എല്ലാവിധ സാഹചര്യങ്ങളും ചുറ്റുപാടിലുമുണ്ട്. പക്ഷേ മഹാനായ യൂസുഫ് നബി എന്ന പ്രവാചകൻ, അള്ളാഹുവിനോട് അങ്ങേയറ്റം ഇഖ്ലാസുള്ള പ്രവാചകൻ, ആ തിന്മ തന്നെ തെറ്റിലേക്ക് നയിച്ച ആ കാരണങ്ങളിൽ നിന്ന് അദ്ദേഹം കുതറി മാറുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, വമാ ഉബരി ഉനഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. എൻ്റെ നഫ്സിനെ ഞാൻ തിന്മയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതായത് ഇന്നൻ നഫ്സ, തീർച്ചയായും മനസ്സ്, ലഅമ്മാറത്തും ബിസ്സൂഇ, തിന്മക്കു വേണ്ടി അതിങ്ങനെ കൽപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതായത് തിന്മയിലേക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് മനുഷ്യൻ്റെ മനസ്സ്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം കിട്ടിയവരൊഴികെ. അപ്പോൾ അള്ളാൻ്റെ കാരുണ്യം ഉണ്ടെങ്കിലേ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സിനെ തടഞ്ഞു നിർത്തി നന്മയിലേക്ക് വഴിതിരിച്ചു വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ തേടണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു ദിവസം പ്രവാചകൻ 100ഓളം തവണ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥനയാണ് മനസ്സ് ശുദ്ധമാകാനുള്ള പ്രാർത്ഥന. ആരാണിത് പ്രാർത്ഥിച്ചതും ആരാണിത് പഠിപ്പിച്ചതെന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹൃദയം അള്ളാഹു ശുദ്ധീകരിച്ചതാണ്. അതിൽ നിന്നൊരിക്കലും തെറ്റുണ്ടാവില്ല. എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാം പുറത്തു കൊടുത്തു. അതെ. അപ്പോൾ ആ പ്രവാചകൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, പഠിപ്പിച്ചൊരു പ്രാർത്ഥന, ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എല്ലാം നന്നാകണമെന്ന് പ്രാർത്ഥിക്കാറുള്ളവരാണ് നമ്മൾ. എൻ്റെ ബിസിനസ് നന്നാകണം, എൻ്റെ കുടുംബം നന്നാകണം, എൻ്റെ മക്കൾ നന്നാകണം. പക്ഷേ അധികം ആളുകളും പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്ന, എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് മുൻഗണന കൊടുക്കേണ്ട ഒന്നാണ്, അള്ളാഹുവേ എൻ്റെ ഹൃദയം നീ നന്നാക്കി തരണം. കാരണം നബി പറഞ്ഞാണ്, ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ആ ശരീരത്തിൻ്റെ ഉടമയുടെ ചുറ്റുപാടുകളും അവന് നന്നാക്കാൻ കഴിയും. ജസദു കുല്ലുഹു. എന്നാൽ ആ ഹൃദയം മോശമായാലോ ശരീരം മുഴുവൻ മോശമാകുന്നതാണ്. അപ്പം ശരീരം നന്നാകുന്നതിന് മുമ്പ് ആദ്യം മനസ്സ് നന്നാക്കണം. അതിന് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിൻ്റെ തൗഫീക്ക് കിട്ടണം, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹു എൻ്റെ നഫ്സിന് നീ തഖ്വ നൽകണം. വസക്കിഹ, അതിനെ നീ എന്ത് ചെയ്യണം, ഒന്ന് അത് സംസ്കരിച്ചെടുക്കണം. അൻത ഖൈറു മൻ സക്കാഹ, ഏറ്റവും നന്നായി സംസ്കരിക്കുന്നവനാണ് നീ, ശുദ്ധിയാക്കുന്നവനാണ് നീ. എന്നിട്ട് നമ്മൾ പറയണം, അൻത വലിയുഹ, നീയാണ് ആ ഹൃദയത്തിൻ്റെ വലിയ രക്ഷാധികാരി. പിന്നെയോ വ മൗലാഹ, നീയാണ് അതിൻ്റെ ഉടമ. അപ്പം ഈ ഹൃദയത്തിൻ്റെ രക്ഷാധികാരി ആരാണ്? ഈ ഹൃദയത്തിൻ്റെ ഉടമ ആരാണ്? ഞാനല്ല റബ്ബേ, ഇത് സൃഷ്ടിച്ച നീയാണ് റബ്ബേ, ഇത് നിയന്ത്രിക്കുന്ന നീയാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൽബിനെ അള്ളാൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഒന്ന് നന്നാക്കി കൊണ്ടുവാ റബ്ബേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അവൻ്റെ ഹൃദയത്തെ അള്ളാഹു നന്നാക്കും. അപ്പം ഹൃദയം നന്നാകാനുള്ള പ്രാർത്ഥന നടത്തേണ്ട അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ്, ഷാബാനിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നന്നാക്കുമാറാകട്ടെ.